സ്റ്റഡി അബ്രോഡിൻ്റെ പോഡ്കാസ്റ്റ് ആരംഭിച്ചതിന് ശേഷം ഒരുപാട് മെസ്സേജസും കോൾസും ഒക്കെ വരാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പസഫിക് റീജിയനിലുള്ള ഓസ്ട്രേലിയയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, മിക്കവാറും അടുത്ത പ്രാവശ്യം ന്യൂസിലാൻഡ് വന്നിരുന്നെങ്കിൽ നന്നായേനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡിൻ്റെ സ്റ്റഡി വിസയെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ PR ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെല്ലിംഗ്ടണും അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ സിറ്റി ഓക്ലൻഡുമാണ്. പൊതുവെ നല്ല തണുപ്പുള്ള പ്രദേശമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ ന്യൂസിലാൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി, അതായത് NSEDQA അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് ആയാലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും പോളിടെക്നിക് ആയാലും വളരെ വാല്യൂ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ന്യൂസിലാൻഡിൻ്റേത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ധൈര്യമായിട്ട് ഏത് കോഴ്സുകൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അടുത്തതായിട്ട് ന്യൂസിലാൻഡിൽ പഠിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എവിടെ എന്തു പഠിക്കണം എന്നുള്ളതാണ്. ഇവിടെ ലെവൽ അനുസരിച്ചാണ് ഡിഗ്രി, ഡിപ്ലോമ, PG എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ലെവൽ 5 and 6 എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്, ലെവൽ 7 UG ആണ്, ലെവൽ 8 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ലെവൽ 9 PG, ലെവൽ 10 എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് ആണ്. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ലെവൽ 5 മുകളിലുള്ള കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കുക. അതും നമ്മുടെ സ്റ്റഡിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂസിലാൻഡിലാകെ 8 യൂണിവേഴ്സിറ്റികളും പിന്നെ പോളിടെക്നിക്കും കോളേജുകളുമാണ് ഉള്ളത്. പൊതുവെ 2 ഇൻടേക്കുകളാണ് ന്യൂസിലാൻഡിനുള്ളത്, ഫെബ്രുവരി ആൻഡ് ജൂലൈ. ചില യൂണിവേഴ്സിറ്റികളിൽ നവംബർ ഇൻടേക്കും ഉണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് പൊതുവെ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കാരണം ന്യൂസിലാൻഡിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ്. ഈ വർഷം മുതൽ ഏകദേശം 1.5 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ ന്യൂസിലാൻഡിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. നല്ല മാർക്കും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ളവർക്ക് ഏറ്റവും നല്ല രാജ്യമാണ് ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ലൊരു പാത്വേ ആണ് ന്യൂസിലാൻഡ്. അടുത്തതായിട്ടുള്ള ഒരു കൺസേൺ ന്യൂസിലാൻഡിൽ പഠിക്കാൻ എത്ര ഫണ്ട് വേണ്ടി വരും എന്നാണ്. ന്യൂസിലാൻഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിസ അപ്രൂവൽ ആയ ശേഷം മാത്രം ഫീസ് പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 1 ഇയർ കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ട്യൂഷൻ ഫീസായിട്ട് $30,000 ന്യൂസിലാൻഡ് ഡോളറും പ്ലസ് $20,000 ന്യൂസിലാൻഡ് ഡോളർ ലിവിങ് എക്സ്പെൻസ് ആയും $2,000 ന്യൂസിലാൻഡ് ഡോളർ ട്രാവൽ എക്സ്പെൻസ് ആയിട്ടും മൊത്തത്തിൽ $52,000 ന്യൂസിലാൻഡ് ഡോളർ വേണ്ടി വരും. ഈ ഒരു ഫണ്ട് വിസ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കണം. വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വിസ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് AAP ലഭിക്കും, വിച്ച് ഈസ് കോൾഡ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ. ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം റെസിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് FTS ചെയ്യണം എന്നതാണ്. ഇത് എല്ലാവരോടും പറയാറില്ല. ഇനി 1 വർഷത്തിന് മുകളിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് പ്ലസ് ലിവിങ് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ട്യൂഷൻ ഫീ പേയ്മെന്റ് പ്ലാനുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് സ്പോൺസർ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള സോഴ്സും അതുപോലെ തന്നെ ITRും നിർബന്ധമാണ്. ഇനി ന്യൂസിലാൻഡ് വിസ കിട്ടിക്കഴിഞ്ഞ് ന്യൂസിലാൻഡ് എത്തിയാൽ പാർട്ട് ടൈം ജോബ് എങ്ങനെ കിട്ടുമെന്നതാണ് അടുത്ത കൺസേൺ. നിങ്ങൾ ന്യൂസിലാൻഡിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടും IRD നമ്പറും എടുക്കുക. അതിനുശേഷം സ്റ്റുഡൻറ് ജോബ് സെർച്ച് അല്ലെങ്കിൽ SJSൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഴ്ചയിൽ ഏകദേശം 25 മണിക്കൂറാണ് പഠന സമയത്ത് നമുക്ക് ജോബ് ചെയ്യാനായിട്ട് സാധിക്കുക. വെക്കേഷൻ ടൈം ആണെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂസിലാൻഡ് ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ വലിയ സിറ്റീസ് കുറവാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസും കാറും ഒക്കെ ഉണ്ടെങ്കിൽ ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ലോണൊക്കെ എടുത്ത് വന്ന് ആദ്യ വർഷം തന്നെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് ലോണൊക്കെ തിരിച്ചടയ്ക്കാം എന്ന് പ്ലാൻ ചെയ്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നത് മനസ്സിലാക്കുക. പഠനം കഴിഞ്ഞാൽ 1 ഇയർ സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടും. ആ സമയത്ത് നമ്മൾ പഠിച്ച ഫീൽഡും ലെവലും മാച്ച് ചെയ്യുന്ന ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരാൾ ഒരു ലെവൽ 9 മാസ്റ്റർ ഡിഗ്രി ആണ് ചെയ്തതെങ്കിൽ അയാൾക്ക് സെയിൽസ് പോലെ ഒരു ജോബല്ല, മറിച്ച് ഒരു മാനേജറിയൽ പോസ്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് വർക്ക് പെർമിറ്റിനും PR-നും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഗ്രീൻ ലിസ്റ്റിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രീൻ ലിസ്റ്റിൽ പ്രധാനമായിട്ടുമുള്ളത് എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ IT എന്നിവയാണ്. സ്പൗസ് വിസ നോക്കുന്നവരാണെങ്കിൽ ലെവൽ 9 അതുപോലെ ലെവൽ 10 ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് മാസ്റ്റേഴ്സ്
പ്രോഗ്രാം അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാം. അവർക്ക് മാത്രമാണ് സ്പൗസിനെ സ്റ്റുഡൻറ് വിസ ടൈമിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഇനി ഓസ്ട്രേലിയ നോക്കി നടക്കാതിരിക്കുന്നവർക്കും നല്ലൊരു പാത്വേ കൂടിയാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അഡ്മിഷന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓവറോൾ IELTS 6.5 ബാൻഡാണ്. കാരണം ലെവൽ അനുസരിച്ച് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സിലും വ്യത്യാസമുണ്ട്. സോ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹമുള്ള കൺട്രിയും കമൻറ്റ് ചെയ്തോളൂ. ന്യൂസിലാൻഡ് ആണ് നിങ്ങളുടെ സ്വപ്ന രാജ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കട്ടെ. ഡ്രീം ബിഗ് ആൻഡ് ഫ്ലൈ ഹയർ. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്.